എല്ലാവർക്കും നമസ്കാരം. ആചാരാനുഷ്ഠാനങ്ങളുടെ മാസമായ ഈ കർക്കിടകത്തിൽ നമുക്ക് പാരമ്പര്യമായി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന ഒരു ഔഷധക്കൂട്ട്, അതായത് ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മരുന്നുണ്ടയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു മരുന്നാണ്. മരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ട. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. മരുന്ന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലവണ്ണം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് ഉണക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഴുകി ഒരു അരിപ്പപാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം നല്ലവണ്ണം ഒരു തുണിയിലും കൂടി വെച്ച് ഒപ്പിയെടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് പാനിയാക്കിയിട്ട് അതിൽ പൊടിച്ചിട്ട് നമ്മൾ നെയ്യും ഒക്കെ കൂടി കൂട്ടി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മരുന്നുണ്ട ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഉപയോഗിക്കുന്ന കപ്പ് ഞാൻ ഈ ഒരു കപ്പിലാണ് ഇതിൻ്റെ അളവുകളൊക്കെ എടുത്തിരിക്കുന്നത്. ഇതൊരു 175 ഗ്രാമിൻ്റെ കപ്പാണ്. ഇതിന് 1 കപ്പാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. ഇത് പുഴുക്കലരിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മട്ടയരിയാണെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ പുഴുക്കലരിയാണ്. ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആ കപ്പിന് തന്നെ 1/2 കപ്പ് ഞവരയരി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തന്നെ ഉലുവ, കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉലുവയാണ്. ഉലുവയൊക്കെ ഒട്ടും കുറയ്ക്കരുത്, ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. 1/2 കപ്പ് എള്ള്, ഇതിലെ കല്ലൊക്കെ മാറ്റി കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അയമോദകം, ഇത് 1/4 കപ്പ് മതി. ഇതൊക്കെ മരുന്നാണ് കേട്ടോ, ഇതിനൊക്കെ ചെറിയ നല്ല ഔഷധം ഉള്ളതാണ്. നമ്മൾ ഇതൊന്നും ഒട്ടും കുറയ്ക്കാൻ പാടില്ല. 1/4 കപ്പ് തന്നെ ജീരകം, ആശാളി, അത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആശാളി ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ള വേണ്ട. കടുക് 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇത് ചുക്ക് ഒരു വലിയ കഷ്ണം ചുക്ക് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഏലക്കയും കൂടി ഇട്ടേക്കണം. പിന്നെ ഇത് 3 കപ്പ് തേങ്ങ. നല്ലവണ്ണം ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് നല്ലവണ്ണം ചൂടാകണം. കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ലവണ്ണം ചൂടാകണം. നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരി എടുത്തിടുന്നു. അത് ആദ്യം ഞാൻ ഉണക്കലരിയാണ് ഇട്ട് വറക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. അതായത് അത് കളറൊക്കെ മാറി ഒന്ന് പൊട്ടി വരും. അപ്പോൾ അത്രയും നേരം ഇട്ട് നമ്മൾ വറുക്കണം. അത് നല്ലോണം വറുത്ത് കോരി. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാർബോഹൈഡ്രേറ്റ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ്, ന്യൂട്രിയൻസും ഒക്കെ ഒത്തിരി ഉള്ളതാണ്. കാൽസ്യം, മഗ്നീഷ്യം, ഇതൊക്കെ ഒരുപാടുണ്ട് ഈ ഉണക്കലരിക്കകത്ത്. ഇത് നമ്മൾ വറുത്ത് ആ പൊട്ടി വരുന്ന ഒരു പാകമാകുമ്പോഴത്തേനും ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഞവരയരി ആണെങ്കിൽ ഗുണത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വാദത്തിനൊക്കെ നല്ലതാണ്. ഉദരരോഗങ്ങളും സന്ധികൾക്കൊക്കെ ബലം കിട്ടാനും നമ്മുടെ നാഡി പേശി സംബന്ധമായ എല്ലാ ന്യൂനതകളും ഒക്കെ പരിഹരിക്കാൻ നമ്മൾ ഞവരയരി ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഞവരയരി ഇതിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കിത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കണം. അതാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അത്രേ പറയാനുള്ളൂ. നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഉള്ളത് വളരെ നല്ലതാണ്. ഇതും ഇതുപോലെ തന്നെ എല്ലാം പൊട്ടി വരും. നമുക്ക് സൗണ്ട് കേൾക്കാം പൊട്ടുന്നത്. എന്നുവെച്ചാൽ മലര് പോലെ ആവേണ്ട, ചെറുതായിട്ട് എല്ലാം പൊട്ടി കടുക് പൊട്ടുന്ന പോലത്തെ സൗണ്ട് കേൾക്കാം. അങ്ങനെ എല്ലാ അരിയും പൊട്ടി ഏകദേശമാകുമ്പോൾ നമുക്കത് പാകമായെന്ന് മനസ്സിലാക്കാം. എല്ലാം വറുത്തെടുക്കുന്ന എല്ലാം കൂടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഓരോ പാത്രത്തിലിടേണ്ട കാര്യമില്ല. എല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം.
നമ്മൾ ഈ ഞവരയരി നമ്മൾ ചോറാക്കിയിട്ട് അത് കിഴികെട്ടിയ വാദത്തിനൊക്കെ നമ്മൾ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഉലുവ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. ഉലുവയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണങ്ങളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്, കടുക് വറുക്കാനൊക്കെ. അതുപോലെ തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുക. ഇതിന് നെഞ്ചരിച്ചിൽ, നമ്മുടെ നെഞ്ചരിച്ചിൽ, അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും ഒക്കെ ഉലുവ ഔഷധമായി ഉപയോഗിക്കുന്നു. അതുപോലെ ശരീരത്തിന് നീർക്കെട്ട് കുറയ്ക്കാനും. ഇനി നമുക്ക് എള്ളിടാം. എള്ളിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് പുഷ്ടി, ശക്തി, തേജസ്സൊക്കെ നൽകാനായിട്ട് എള്ള് ഉപകരിക്കുന്നുണ്ട്. ഇത് പെട്ടെന്നാവും കേട്ടോ, ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇടുമ്പോൾ തന്നെ പൊട്ടുന്ന കേൾക്കാന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇടേണ്ടത് അതിലേക്ക് ജീരകം 1/4 കപ്പാണ് ഇട്ടിരിക്കുന്നത്. ജീരകം നമ്മൾ ഒരു ഫ്ലേവറിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വയറിന് സ്തംഭനത്തിനൊക്കെ വളരെ നല്ലതാണ്, ദഹനത്തിൻ്റെ പ്രോബ്ലത്തിന്. അതുപോലെ പാല് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ കഴിച്ചാൽ പാലുണ്ടാവും. ഇനി ആശാളിയാണ് ഇടുന്നത്. ആശാളി വൈറ്റമിൻ എ സിയുടെ കലവറയാണെന്ന് തന്നെ പറയാം. അതിന് ഗാർഡൻ ക്രസ് സീഡ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ, അയൺ, കാൽസ്യം ഒക്കെ ഉണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ ആശാളി. നമ്മൾ മരുന്ന് കഞ്ഞിയിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കണ്ട ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നു. അങ്ങനെ കളർ മാറി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കത് നിർത്താം. പെട്ടെന്നാകും. ഇതൊക്കെ ഒരുപാട് ആവശ്യമില്ല. അതിനകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട്. അതുപോലെ ഫോളിക് ആസിഡ് ഉണ്ട്, ബ്ലഡൊക്കെ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് കേട്ടോ ആശാളി. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നൊക്കെ പറയും ഇതിന്. ഇനി നമുക്ക് കടുകിടാം. കടുക് ഇടുമ്പോൾ തന്നെ പടപടയെന്ന് പറഞ്ഞ് പൊട്ടാൻ തുടങ്ങും. നല്ല ചൂടായിരിക്കുന്ന പാത്രമാണല്ലോ, അപ്പോൾ പൊട്ടി വരുന്നത് കാണാം. കടുകിന് ധാരാളം വിറ്റമിൻസും ധാതുക്കളൊക്കെ ഉള്ളതാണ്. കടുകിലും ഒമേഗ-3 ഉണ്ട്. ഒമേഗ-3 ഫാറ്റി ആസിഡ് നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കും, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. നല്ലൊരു വേദന സംഹാരിയാണ്. നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ബലം നൽകാനും ഒക്കെ കടുക് ഉപയോഗിക്കുന്നു. ഇനി നമുക്കിതിനകത്തേക്ക് അയമോദകം ഇടാം. അയമോദകം നല്ലൊരു മരുന്നാണ്. നമ്മുടെ വയറിൻ്റെ പ്രോബ്ലംസിനൊക്കെ നമ്മൾ അയമോദകം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് വയറുവേദനയും അതുപോലെ പിന്നെ മലബന്ധത്തിനുമൊക്കെ അയമോദകം ഉപയോഗിക്കാറുണ്ട് നമ്മൾ. ഗ്യാസിൻ്റെ പ്രോബ്ലത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ അതിനകത്തേക്ക് ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 15 ഏലക്ക. ഇനി നമുക്ക് തേങ്ങ 3 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് മോയ്സ്ചറൊക്കെ മാറാൻ വേണ്ടി മാത്രം, ഒരുപാട് വറുത്തെടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് മാറിയിട്ട് നമ്മുടെ ഉണ്ട പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ബ്രൗൺ കളറാവോ ഒന്നും ചെയ്യണ്ട. അതിൻ്റെ ആ ഈർപ്പമൊക്കെ വലിച്ചെടുക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക, അത്രയും ചെയ്താൽ മതി. ഏകദേശം നമ്മളെല്ലാ സാധനങ്ങളും വറുത്തെടുത്തിട്ടുണ്ട്. ഏലക്ക ഞാൻ ജീരകം പിന്നെ അയമോദകത്തിൻ്റെ അകത്തിട്ട് അതും വറുത്തിട്ടുണ്ട്. അത് വറുക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ എല്ലാ സാധനങ്ങളും വറുത്ത് ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ ശർക്കര 1 കിലോ ശർക്കരയാണ് 1 ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് അഴുക്കൊക്കെ ഉണ്ട് കണ്ടോ. നമ്മളെപ്പോഴും ഇനി നമ്മൾ ഇതെല്ലാം പൊടിച്ചെടുക്കണമെങ്കിൽ ഇതെല്ലാം ഒന്നുകൂടെ. അപ്പം തേങ്ങ ഞാൻ ഉരുളി തന്നെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ വെള്ളമൊക്കെ വലിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തേങ്ങയും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഇടാം. തേങ്ങ ഇട്ടിട്ട് എല്ലാം കൂടി ഇളക്കി അതിനകത്ത് ചുക്കുപൊടിയും കൂടി ചേർത്ത്, ചുക്കുപൊടി ചേർത്ത്, എൻ്റെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് വറക്കേണ്ടി വന്നില്ല. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു നല്ലവണ്ണം കഴുകി ഉണക്കിയ മിക്സിയിൽ, ഒട്ടും വാട്ടർ കണ്ടൻറ്റ് പാടില്ല മിക്സിയിലൊന്നും. പറ്റുവാണെങ്കിൽ നമ്മൾ ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തുണി വെച്ച് നല്ലവണ്ണം തുടച്ച് അതിൻ്റെ മോയ്സ്ചർ ഒട്ടും ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ഫംഗസൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ
അത് നല്ലോണം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം ഉണങ്ങിയ മിക്സി ആയിരിക്കണം. നമുക്കിതെല്ലാം പൊടിച്ചെടുക്കാം. ഇങ്ങനെ മുഴുവനും പൊടിച്ചെടുക്കണം നമ്മൾ. എന്ന് വെച്ചാൽ ഒത്തിരി തരിയായിട്ട് പൊടിച്ചെടുക്കണം എന്നില്ല, ഒത്തിരി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം എന്നില്ല, കുറച്ച് തരിയാവാം. ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാം ഞാൻ അതുപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കി ഇനി ഇതിനകത്തേക്ക് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് കുറേശ്ശെ നമുക്ക് മാറ്റാം. എന്ന് വെച്ചാൽ ഫുള്ളിനകത്തോട്ട് നമ്മൾ ആ പാനി ഒഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ തികയാതെ വരുമോ, പിന്നെ കറക്റ്റായിട്ട് അത് മിക്സ് ആവുമോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിച്ചിട്ട്, ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ നെയ്യ് കാണിക്കാൻ മറന്നുപോയായിരുന്നു. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് തേങ്ങ വറുക്കുമ്പോഴും അതിൽ നെയ്യ് ഒഴിച്ച് വറുക്കാം. തേങ്ങ ഒത്തിരി വറക്കണ്ട, എന്നാലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നാലും നമുക്ക് കുറച്ച് നെയ്യ് ആവശ്യമുണ്ട്. ഇതിന് ഇങ്ങനെ ഒഴിച്ചാലും മതി. അതിലേക്ക് കുറേശ്ശെ പാനിയും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഓരോ പോർഷൻ എടുത്ത് നമ്മൾ കുറേശ്ശെ മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. ഇത് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രതിരോധ ശക്തി എല്ലാം കൂടുമെന്നാണ് പറയുന്നത്. നമ്മൾ ദിവസം 1 or 2 വെച്ച് കഴിക്കാം. രാവിലെ 1, വൈകുന്നേരം 1 അങ്ങനെ കഴിക്കാൻ നമ്മൾ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇപ്പം പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഒരുപാട് നല്ലതാണെന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ഔഷധ ഗുണമുള്ള മരുന്നുകളൊക്കെയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അത് ഓരോന്നിനും നല്ല ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെയുള്ള ഒത്തിരി മരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഒരുപാട് കൂട്ടണം എന്നാണല്ലോ പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഇത് രാവിലെയും വൈകുന്നേരവും ഓരോന്ന് കഴിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ വളരെ നല്ലതാണിത്. മരുന്ന് കഞ്ഞിയും മരുന്നുണ്ടയും ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഒരാഴ്ചയൊക്കെ നമുക്ക് ഒട്ടും കേടാവാതെ തന്നെ ഇത് ഇരുന്നോളും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ചീത്തയായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ, കറക്റ്റാണ് അതിൻ്റെ പാനിയും ഒക്കെ ഇതൊക്കെ കറക്റ്റാണെങ്കിൽ അതങ്ങനെ ചീത്തയാവത്തില്ല. ഇത് നമുക്ക് ആദ്യം കഴിക്കുമ്പോൾ കുറച്ചൊരു കയ്പ്പൊക്കെ തോന്നും. പക്ഷേ അതിരിക്കുന്നതോറും അതിൻ്റെ കയ്പ്പ് കുറയും. കുട്ടികൾക്കൊക്കെ ചെറിയൊരു മടിയെന്ന് വെച്ചാൽ ഉലുവയൊക്കെ ചേരുന്നതാണല്ലോ. ഉലുവയ്ക്കൊക്കെ ഒരുപാട് കയ്പ്പ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുമെന്ന് വിചാരിച്ച് ഉലുവ, അയമോദകം, എള്ള് അതൊന്നും ഒട്ടും കുറയ്ക്കരുത്. അതൊക്കെയാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണ് അതിൻ്റെ. അതുകൊണ്ട് നമ്മൾ അതൊന്നും ഒട്ടും കുറയ്ക്കാൻ പാടില്ല. അതെല്ലാം ആ കൃത്യമായ അളവിൽ തന്നെ എടുക്കുക. വേണമെങ്കിൽ അരി കുറച്ചാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ തികഞ്ഞില്ല എന്നൊക്കെ വരും. പാനി തികഞ്ഞില്ലെങ്കിൽ പിന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ലൊരു മണമൊക്കെയാണ് ഇതിന്. മണമൊക്കെ കേട്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ല മണമാണ്. കുട്ടികൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കയ്പ്പ് കുറയും തോറും. പിന്നെ ആദ്യം കുറച്ചൊരു ലൂസായിട്ട് തോന്നും. പക്ഷെ അത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുള്ള ഉണ്ടയായിട്ട് മാറും. നല്ല കട്ടിയിൽ ഫുള്ളും ഇപ്പം ഞാൻ മുഴുവനും ഒഴിച്ച് ഉരുട്ടിയെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇങ്ങനെ നമുക്ക് എല്ലാം കൂടി ഇട്ട് ലാസ്റ്റ് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്, അത് സാരമില്ല. മുഴുവൻ പാനിയും ഒഴിച്ച് എനിക്ക് കറക്റ്റ് അളവിനാണ് പാനി കിട്ടിയിരിക്കുന്നത്. 1/2 കിലോ ശർക്കരയാണ് എടുത്തത്. ഈ അളവിലുള്ള സാധനങ്ങൾക്ക് ഞാൻ 1/2 കിലോ ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് പാനിയാക്കിയിരിക്കുന്നത്. ഒത്തിരി
വെള്ളത്തിൽ പാനിയാക്കരുത്. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും. ഈ ഒരു അളവ് എടുക്കുകയാണെങ്കിൽ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കയ്യിൽ തടവിയിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി വേണമെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് ചെറിയ ഉരുളകളുണ്ടാക്കാം, വലിയവർക്ക് കഴിക്കാൻ ഇത്തിരി വലുതുണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ആ കറക്റ്റ് പാനിയുടെ അളവൊക്കെ കറക്റ്റാണെങ്കിൽ ഇതൊട്ടും പൊടിഞ്ഞു പോകാതെ നമുക്ക് നല്ല ഉരുളയായിട്ട് കിട്ടും. ശരിക്കും ഇതിന് കരിപ്പട്ടി ചക്കരയാണ് ഉപയോഗിക്കേണ്ടത്. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ശർക്കര ഉപയോഗിച്ചത് കേട്ടോ. അതിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. കണ്ടോ, എല്ലാം ഞാനിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഉറച്ചിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കൊരു 42 കിട്ടിയിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് ഈ അളവ് വെച്ച് ഒരു 42 ഉണ്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.